ഇമാം അബൂ ഹനീഫയുടെ കാലത്ത് നിരീശ്വരവാദികൾ തലപൊക്കി തുടങ്ങിയ കാലഘട്ടം. മഹാനായ ഇമാം അബൂ ഹനീഫ അവരുമായി ഒരു സംവാദത്തിന്റെ കരാറിൽ ഒപ്പിട്ടു. വാദപ്രതിവാദം നിശ്ചയിച്ചു. അവരുടെ വാദം ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ്. അബൂ ഹനീഫ റഹിമഹുള്ളയുടെ വാദം, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. വാദപ്രതിവാദത്തിന്റെ തീയതി വന്നു. അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ സമയത്തിൽ നിന്നും മനഃപൂർവ്വം കുറച്ച് സമയം പിന്തിയിട്ടാ ചെന്നത്. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ എതിരാളി എപ്പോഴും എന്താ പ്രചരിപ്പിക്കുക, കണ്ടോ തോറ്റു, വരാൻ തന്നെ തയ്യാറാകുന്നില്ല, സമയം എത്രയായി ഞങ്ങൾ കാത്തിരിക്കുന്നു, എന്താ നിങ്ങൾ പറഞ്ഞ സമയത്ത് എത്താഞ്ഞത്, ഇങ്ങനെയാണോ സംവാദം എന്ന് എതിരാളികൾ ചോദിച്ചപ്പോൾ, ക്ഷമിക്കണം, ഒരല്പം വഴിയിൽ ചില തകരാറുകൾ സംഭവിച്ചു. അതെന്താ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നതിനിടയിൽ ഒരു നദി എനിക്ക് മുറിച്ചു കിടക്കണം, പോകാൻ ഒരു കപ്പലോ വാഹനമോ ഒന്നും കാണാനില്ല. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് ഒരു മരം ഇങ്ങ് വീണു. മാത്രമല്ല ആ മരം പിന്നെ പല കഷ്ണങ്ങളായി ഇങ്ങനെ അതങ്ങോട്ട് മുറിഞ്ഞ് പല പലകകളായി മാറി. അതാ പെട്ടെന്ന് അവിടെ കുറച്ച് ഇരുമ്പ് പ്രത്യക്ഷപ്പെടുന്നു. അത് കുറച്ചാണ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആണികളായി മാറി. പിന്നെ നോക്കുമ്പോൾ ഇതാ ഈ പലകകളും ആണികളും ഒക്കെ അങ്ങനെ പരസ്പരം കൂട്ടിമുട്ടി റെഡിയായിട്ട് അതൊരു കപ്പലായി, സഞ്ചരിക്കാവുന്ന ഒരു തോണിയായി, ഒരു വഞ്ചിയായി എനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ കുറച്ച് താമസം ഉണ്ടായി. ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടാ പോയി വരുന്നത്, അതുകൊണ്ട് ക്ഷമിക്കണം. ഉടനെ അപ്പുറത്തുള്ളവർ ചോദിച്ചു, ഈ വിഡ്ഢിയെ, ഈ തലക്ക് സുഖമില്ലാത്ത ഭ്രാന്തനെയാണോ ഞങ്ങളുമായി സംവാദത്തിന് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ഇയാൾ പുലമ്പുകയാണ്. ഒരു തോണി പെട്ടെന്ന് അവിടെ ഉണ്ടായി അത്രേ, അവിടെയുള്ള മരങ്ങളൊന്നും ആരും മുറിക്കാതെ വീണു അത്രേ, ഇരുമ്പുണ്ടായി അത്രേ, അതിൽ നിന്ന് ആണികൾ പെട്ടെന്നുണ്ടായി അത്രേ, അതൊരു കപ്പലായി, പായക്കപ്പലായി രൂപാന്തരം പെട്ടു അത്രേ. ഇയാളാണോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഉടനെ തന്നെ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ അവരുടെ ഹൃദയത്തിൽ നെഞ്ചിൽ തറക്കുന്ന ചോദ്യം, എങ്കിൽ വിഡ്ഢികളെ, നിങ്ങൾ എന്നേക്കാൾ വിഡ്ഢികളാണ്, നിങ്ങളാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ. ഒരു തോണി പെട്ടെന്നുണ്ടായി കടലിൽ രൂപാന്തരപ്പെട്ടു, ഞാനതിൽ യാത്ര ചെയ്തു വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? അങ്ങനത്തെ നിങ്ങളാണ് എന്നോട് സംവാദത്തിനുള്ള വിഷയം എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ, ഏഴാകാശങ്ങളും ഭൂമിയും, ഇതിൽ കാണുന്ന പർവ്വതങ്ങളും, അതുപോലെ തന്നെ കടലും കരയും സസ്യലതാദികളും എന്ന് വേണ്ട എല്ലാവിധത്തിലുള്ള ജന്തുജാലങ്ങളെയും ആരും അതിന്റെ പിന്നിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടാവോ ഒരു ദൈവമോ ഇല്ല എന്നല്ലേ നിങ്ങളുടെ വാദം? എങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാനാവുന്നില്ലേ അല്ലേ? സംവാദം അവിടെ നടന്നില്ല. പലരും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ കൃത്യമായ പോയിന്റിൽ ഉറച്ച് വിശ്വാസികളായി മാറി എന്ന് ചരിത്രം കുറിക്കുകയാണ്. പർവ്വത സമാനമായ നിലക്കുള്ള മേഘങ്ങൾ ആകാശലോകത്ത്, ആകാശത്തും ഭൂമിക്കും ഇടയിൽ ഇങ്ങനെ കറുത്ത കാർമേഘങ്ങൾ, ഇങ്ങനെ എത്ര ടൺ ഭാരമാണ് അതിൽ അടങ്ങിയിട്ടുള്ള ജലത്തിനുള്ളത്. ആ ജലവാഹിനികളായ മേഘങ്ങൾ അവ ഇങ്ങനെ പറക്കുകയാണ് ഓരോ ഇടങ്ങളിൽ പോയി വർഷിക്കുവാൻ വേണ്ടി. ആരാണ് അവയെ ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ കൃത്യമായി കൺട്രോളോടുകൂടെ പിടിച്ചു നിൽക്കുന്നത്? ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രണത്തിന് വിധേയമായി കൊണ്ടുള്ള മേഘങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്.